നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ എന്ന് പറയുമ്പോൾ ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ സെബി റിലീസ് ചെയ്തിട്ടുള്ള 2 സ്റ്റഡി പേപ്പേഴ്സിനെ കുറിച്ചാണ്. അത് ഒരു സ്റ്റഡി പേപ്പർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഇൻ ദ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്നും മറ്റൊന്ന് ഉള്ളത് ട്രേഡിംഗ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഇൻ ദ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്നാണ്. അതായത് രണ്ടാമത് പറഞ്ഞത് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ട്രേഡിംഗ് ബിഹേവിയറിനെ കുറിച്ചും, ആദ്യം പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാം എന്ന് തീരുമാനിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ ഒരു പ്രത്യേക ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് വലിയ പണക്കാരനാകാം എന്നൊക്കെയുള്ള പല തോന്നലുകളും, അഥവാ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് സത്യത്തിൽ ഏറെ പേർക്ക് പണം നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അവബോധം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ 2 പേപ്പറും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 25-26 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഏകദേശം 92,000 കോടി രൂപയുടെ നഷ്ടമാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഉണ്ടായത്. ഇത് അതിന് മുമ്പത്തെ വർഷത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് മുമ്പത്തെ വർഷം കൂടുതൽ പേർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ നഷ്ടമായി. പക്ഷെ ഇത്തവണ കുറച്ചു പേരെ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇതിന് മുമ്പത്തെ വർഷത്തെ ഏകദേശം 1,06,00,000 പേര് ആക്റ്റീവായിട്ട് ഡെറിവേറ്റീവ് സെഗ്മെന്റിൻ്റെ അകത്ത്, F&O സെക്ടറിൻ്റെ അകത്ത് ട്രേഡ് ചെയ്തിരുന്നു എങ്കിൽ ഈ ഒരു സ്റ്റഡി നടത്തിയ പീരീഡിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന സമയത്ത് 87 ലക്ഷം പേര് മാത്രമാണ് ട്രേഡ് ചെയ്തത്. അതായത് ഏകദേശം 18% വരുന്ന ഒരു ആളുകൾ ഇതിന് മുമ്പത്തെ വർഷത്തിൽ നിന്നും കുറവാണ് സംഭവിച്ചതെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ ലോസ് കുറച്ച് കുറഞ്ഞു. പക്ഷേ ആവറേജ് ലോസ് പെർ ട്രേഡർ എന്ന് പറയുന്നത്, അതായത് ഒരാൾക്ക് നഷ്ടപ്പെടുന്ന ആവറേജ് പൈസ എന്ന് പറയുന്നത്, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഇതിന് മുമ്പത്തെ വർഷം അത് 1.13 ലക്ഷമാണ് ആവറേജ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ എടുത്ത് നോക്കി കഴിയുമ്പോൾ 1.17 ലക്ഷം രൂപയായി വർദ്ധിച്ചു. പേപ്പറിനകത്ത് നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നഷ്ടം വരുത്തിയത് ഓപ്ഷൻസ് ആണ്. ഏകദേശം 92% വരുന്ന ആളുകൾക്കും നഷ്ടം വരുത്തിയത് ഓപ്ഷൻസിലുള്ള ട്രേഡിംഗ് കൊണ്ട് മാത്രമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറും 6% പേര് മാത്രമേ F&O ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് എന്തെങ്കിലും കൈവച്ചവരുള്ളൂ. ബാക്കി 94% പേരും ഓപ്ഷൻസിൻ്റെ അകത്ത് മാത്രം ട്രേഡ് ചെയ്യുന്നവരായിരുന്നു. മൊത്തമുള്ള F&O ട്രേഡേഴ്സിൻ്റെ അകത്ത് ഇതിനു മുമ്പുള്ള വർഷങ്ങളെ പോലെയൊക്കെ തന്നെ ഏകദേശം 90% അടുത്തൊക്കെ തന്നെ നഷ്ടം ആണ് എല്ലാവരും നേരിട്ടത്. അതായത് വെറും 10% ചില്ലറ ആളുകൾ മാത്രമേ F&O ട്രേഡിങ്ങിൻ്റെ അകത്ത് ലാഭകരമായി നിലനിൽക്കുന്നുള്ളൂ എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓപ്ഷൻ ബയേഴ്സിനെയും ഓപ്ഷൻ സെല്ലേഴ്സിനെയും കുറിച്ചുള്ളതാണ്. മൊത്തമുള്ള ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ അകത്ത് 93% പേരും ഓപ്ഷൻ ബയേഴ്സ് ആയിരുന്നു. ഇതുകൂടാതെ ഒരു 4% പേര് അവർ ഓപ്ഷൻ ബൈയിങ് സെല്ലിങ് നടത്തിയെങ്കിൽ കൂടിയും 90%വും ഓപ്ഷൻ ബൈയിങ് മാത്രമാണ് നടത്തിയത്. അതായത് ഓപ്ഷൻ ബൈയിങ് മാത്രം നടത്തിയവരും പ്രധാനമായും ഓപ്ഷൻ ബൈയിങ് മാത്രം നടത്തിയവരും കൂടി രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 93+4 97%വും ഓപ്ഷൻ ബയേഴ്സ് ആണ് എന്ന് കാണാം. ഈ പറഞ്ഞ ഓപ്ഷൻ ബയേഴ്സിന്റെ 90% പേരും നഷ്ടത്തിലാണ് കലാശിച്ചത്. എന്നാലോ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ കാര്യമെടുക്കാം. അതായത് ഓപ്ഷൻ റൈറ്റേഴ്സ്, അവരിൽ 44% പേർ മാത്രമേ നഷ്ടം നേരിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓപ്ഷൻ സെല്ലിങ് ലാഭകരമായിട്ട് പര്യവസാനിക്കുമെന്ന് കരുതുന്നോ? ഇല്ല, അതിനും മറ്റൊരു മറുപുരമുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സിന് നഷ്ടം വന്നവർക്ക് ആവറേജ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 52 ലക്ഷം രൂപയുടെ അടുത്താണ്. ഓപ്ഷൻ ബയേഴ്സ് അതേസമയം നഷ്ടം വന്നതിൻ്റെ ആവറേജ് നഷ്ടം എന്ന് പറയുന്നത് 4.6 ലക്ഷം രൂപയും ഫ്യൂച്ചേഴ്സ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നഷ്ടം വന്നവരുടെ അടുത്ത് 1.7 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് 10-12 ഇരട്ടിയിലേറെയാണ് ഓപ്ഷൻ സെല്ലേഴ്സിന് നഷ്ടം വരുമ്പോൾ വരുന്നത് എന്നർത്ഥം. നമുക്കറിയുന്ന പോലെ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോസ് ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പേപ്പറിൻ്റെ അകത്ത് പറയുന്നത്, മിക്ക ഓപ്ഷൻ ട്രേഡേഴ്സും അവരുടെ ആവറേജ് ഇക്വിറ്റി പോർട്ട്ഫോളിയോയുടെ 1665 ഇരട്ടിയാണ് ഓപ്ഷൻ ട്രേഡിംഗ് വോള്യൂം എന്ന്. അതായത് 10,000 രൂപ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ
ആവറേജ് ഡെറിവേറ്റീവ് ട്രേഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 1.7 കോടി രൂപയോളം വരും എന്നർത്ഥം. അതായത് ഫിനാൻഷ്യലി വലിയൊരു ഫിറ്റ് അല്ലെങ്കിൽ പോലും പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ പല പല സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അറിവുകളോ കണ്ടറിവുകളോ കൊണ്ട് ആ ഒരു ഉദ്യമത്തിലേക്ക് ചാടി വീഴുന്നവരാണ് എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നത് 50,000 രൂപയിൽ കുറവോ 50,000 രൂപയോ ഇത്രമാത്രം പോർട്ട്ഫോളിയോ ഇക്വിറ്റി പോർട്ട്ഫോളിയോ സൈസ് ഉള്ളവർ അവർ ഓപ്ഷൻ ട്രേഡിംഗ് നടത്തിയിട്ട് 93% പേരും നഷ്ടത്തിലാണ് കലാശിച്ചതെന്നർത്ഥം. അതേസമയം 10 കോടിയിലേറെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഉള്ളവർ അവർ ട്രേഡ് ചെയ്തതിൻ്റെ അകത്ത് വെറും 58% പേർക്ക് മാത്രമേ നഷ്ടം സംഭവിച്ചുള്ളൂ എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറേ വലുതായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പൈസക്കാരനാണെങ്കിൽ എപ്പോഴും ലാഭത്തിലായിരിക്കും എന്നുള്ളതല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ ട്രേഡിൻ്റെ അകത്ത് ഒരു ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സോ അല്ലെങ്കിൽ സ്ട്രാറ്റജി റീലൊക്കേഷനോ കൂടുതൽ മാർജിൻസോ ഒക്കെ അവൈൽ ചെയ്യണമെങ്കിൽ പ്ലഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും നഷ്ടത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പലപ്പോഴും കഴിയുകയുള്ളൂ. ഹയർ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ചെറിയ റിസ്ക് കൊണ്ട് തന്നെ മോശമില്ലാത്തൊരു പണം നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നർത്ഥം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇവിടെ ബോധർ ചെയ്യാറില്ല. സാധാരണ രീതിയിൽ പോർട്ട്ഫോളിയോ വളരെയധികം വലുതാകുമ്പോൾ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് പ്രധാനമായും പണമുള്ളവർ കൂടുതൽ വീണ്ടും പണക്കാരാകുന്നത്, പണം കുറഞ്ഞവർ കൂടുതൽ പണം ഇല്ലാതായി പോകുന്നത്. കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ സൈസ് ചെറുതാണെങ്കിൽ കൂടുതൽ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ മോശമില്ലാത്ത റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ആരും നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് 7, 8, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ കഴിഞ്ഞ 8, 10 വർഷങ്ങളായിട്ട് തന്നെ ഓപ്ഷൻസിൻ്റെ അകത്ത് നഷ്ടത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം അത് പലപ്പോഴും പലരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്നത് അടുത്തയിടെ 2 ആഴ്ച മുമ്പ് വന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാര്യമാണ്. അദ്ദേഹം മാർക്കറ്റിൽ ഏകദേശം 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം കോഴ്സുകളൊക്കെ നടത്തുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് F&Oയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അതിനു മുമ്പുള്ള 5 വർഷം അദ്ദേഹത്തിന് മൊത്തമുണ്ടായ നഷ്ടം ഏകദേശം 8 കോടിയിലേറെയാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ജീവിത രീതിയും ലൈഫ് സ്റ്റൈലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കാരണം ഒത്തിരിയേറെ പേർ F&O ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് കൊണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 2024 91.6% നഷ്ടപ്പെട്ടവർ, അതിൽ 2025 ഫിനാൻഷ്യൽ ഇയർ എത്തിയപ്പോഴത്തേനും 92% വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നത്തെ വർഷത്തെ എത്തി കഴിഞ്ഞപ്പോൾ 90% നഷ്ടപ്പെട്ടു. അതായത് ഈ 3 വർഷത്തിൻ്റെ അകത്തും നഷ്ടപ്പെട്ടവർ നഷ്ടങ്ങളുടെ തുടർക്കഥ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരെ ഒരു റിവെഞ്ച് ട്രേഡിംഗ് പോലെ എടുക്കുകയോ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു നഷ്ടങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് ഓരോരുത്തർക്കും എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. അപ്പോൾ അതായത് റിവെഞ്ച് ട്രേഡിംഗ് എടുക്കുക, കൂടുതൽ റിസ്ക് കൂടെ ഓരോ വർഷം കൂടുതൽ എടുക്കുക, നഷ്ടപ്പെട്ടത് കൂടി പെട്ടെന്ന് തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാകാം പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള നഷ്ടം അക്യുമുലേറ്റ് ചെയ്ത് വരാനുള്ള ഒരു കാരണം. റിവെഞ്ച് ട്രേഡിംഗ് കൊണ്ട് ആർക്കും നഷ്ടങ്ങൾ ഇല്ലാതാക്കി ലാഭത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സ്പയറിയുടെ ഹീറോ സീറോ കോൾസിനെ കുറിച്ചാണ്. ഹീറോ സീറോ ട്രേഡിംഗ് ഏകദേശം 4 മടങ്ങിലേറെ വർദ്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ സെബിയുടെ എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ കുറേ നിയന്ത്രണങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ട്രേഡിംഗ് വോള്യൂം കുറവാണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും മൊത്തമുള്ള ട്രേഡിംഗ് വോള്യത്തിൻ്റെ റീറ്റെയിൽ ട്രേഡിംഗ് വോള്യത്തിൻ്റെ ഏകദേശം 70% വരുന്നത് ഈ എക്സ്പയറി ഡേ ട്രേഡിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. എക്സ്പയറി ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു പരിധി വരെ അത് ഒരു ലോട്ടറി പോലെയൊക്കെ തന്നെയാണെന്നുള്ളൊരു കാര്യം പലർക്കും അറിവുള്ളതായിരിക്കും. അതായത് ഭാഗ്യാന്വേഷണികളുടെ എണ്ണം സ്റ്റോക്ക് മാർക്കറ്റിൽ വർദ്ധിക്കുന്നു എന്നർത്ഥം. ഇതിലേറെ രസകരമായിട്ടുള്ളൊരു കാര്യം, മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നഷ്ടം എല്ലാം ട്രേഡിംഗ് ചെയ്തിട്ട് മാത്രം വന്നതാണെന്നുള്ളത് കരുതരുത്. ഇവ കൂടാതെ ഇത് കൂടാതെ വേറെ കുറച്ചും കൂടിയുണ്ട്. ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആണ്. അതായത് STT അല്ലെങ്കിൽ ബ്രോക്കറേജ് ചാർജസ്, മറ്റ് ടാക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ എല്ലാം കൂടി ചേർത്ത് ഏകദേശം 1 ലക്ഷം കോടി രൂപ ഈ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നു എന്നർത്ഥം. ഇത് ഒരു വർഷത്തെ കാര്യമല്ല, 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ഈ 1 ലക്ഷം കോടി രൂപ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആയിട്ട് സ്പെൻഡ് ചെയ്തു എന്നർത്ഥം. എന്തുകൊണ്ട് ഇത്രയധികം ട്രേഡുകൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് പേപ്പറിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് മോട്ടിവേറ്റഡ് ആയി എന്നാണ്. അതായത് സ്കാൽപ്പേഴ്സ് ആണ് കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തോന്നലും, കൂടാതെ മിക്കവർക്കും ഓതറൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസറീസിൻ്റെ അടുത്തു നിന്നൊക്കെ തന്നെ റിസർച്ച് ടിപ്സ് എല്ലാം ലഭിക്കുന്നു. പക്ഷേ അവരുടെ എല്ലാം ഉദ്ദേശം പലപ്പോഴും ട്രേഡിംഗ് വോള്യൂം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാകാം.
കാരണം ടിപ്സ് കൊടുക്കുന്നത് ചിലപ്പോൾ ബ്രോക്കറാകാം, അല്ലെങ്കിൽ ബ്രോക്കറുടെ റെഫറൽ പാർട്ട്നേഴ്സ് ആകാം. റെഫറൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ട്രേഡ് ചെയ്ത് കൂടുതൽ ബ്രോക്കറേജ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പങ്ക് അവർക്ക് ലഭിക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ട്രേഡ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ആത്യന്തികമായി നിങ്ങൾ കൂടുതൽ എണ്ണം ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം ലഭിക്കുന്നത് ഒന്ന് ബ്രോക്കർക്ക്, പിന്നെ എക്സ്ചേഞ്ചിന്, ക്ലിയറിംഗ് കോർപ്പറേഷന്, പിന്നെ ഗവൺമെന്റിന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേപ്പറിൻ്റെ അകത്ത് പറയുന്നത് ഏജ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. 30 വയസ്സിന്റെ താഴെയുള്ളവരിൽ 90% പേരും നഷ്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചെറുപ്പക്കാർക്ക് കൂടുതൽ ലെവറേജ് ലഭിക്കും, അവർക്ക് ചിലപ്പോൾ കൂടുതൽ കടം വാങ്ങിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ 30 വയസ്സിന്റെ താഴെ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള സാമ്പത്തിക പരാധീനതകളോ ജീവിതത്തിന്റെ ബാധ്യതകളോ ഒന്നും വരാനുള്ള സമയമാകാത്തത് കൊണ്ട് തന്നെ കടമെടുത്തിട്ടോ ക്രെഡിറ്റ് കാർഡിൻ്റെ അടുത്ത് നിന്ന് കടമെടുത്തിട്ടോ ഒക്കെ ട്രേഡിങ്ങിലേക്ക് പണം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതായിരിക്കാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ 30 വയസ്സിന്റെ താഴെയുള്ളവർ കൂടുതൽ നഷ്ടം ഉണ്ടാക്കാനുള്ളത്. അടുത്തായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഏകദേശം 75% വരുന്ന ഓപ്ഷൻ ട്രേഡേഴ്സും അവർക്ക് ആനുവൽ ഇൻകം 5 ലക്ഷത്തിന് താഴെയാണ് എന്നുള്ള ഒരു കാര്യമാണ്. അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതികളൊന്നും ഇല്ലാത്തവർ കൂടി വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആകുന്നു, ഉത്തേജിതരാകുന്നു. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് പണം ഉണ്ടാക്കാം, 5 ലക്ഷം രൂപയ്ക്ക് പകരം എല്ലാ വർഷവും എനിക്ക് 10 ലക്ഷം രൂപയെങ്കിലും മിനിമം ഉണ്ടാക്കണമെന്നുള്ള വിചാരത്തോടു കൂടി വരുന്നവർ സാധാരണ രീതിയിൽ വലിയ റിസ്ക് എടുക്കും. അവരെ ആ റിസ്ക് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ടാകാം. അത്തരത്തിൽ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള, വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം 5 ലക്ഷം രൂപയുടെ താഴെ ഇൻകം കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ രീതിയിൽ വലിയൊരു വരുമാനമോ അല്ലെങ്കിൽ അവർക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. അത്തരത്തിൽ പിന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്ന് ഉള്ളത് കൂടി കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വഴിമുട്ടി പോവുക എന്നൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും എത്തിപ്പെടാറുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ പണമെല്ലാം എവിടെ പോകുന്നു? 90% ഓപ്ഷൻ ട്രേഡേഴ്സ് നഷ്ടത്തിലാണെങ്കിൽ ഈ പണമെല്ലാം എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഹയർ ടെക്നോളജി റിസർച്ച് ബാക്ക്ഡ് അപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ പക്കലേക്കാണ് ബഹുഭൂരിപക്ഷം പണവും പോകുന്നത് എന്നർത്ഥം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും ആൽഗോ ട്രേഡിങ്സ് ഒക്കെ നമുക്ക് ബ്രോക്കർ തരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയുന്നത്, ഈ വലിയൊരു ട്രേഡിംഗ് വോള്യൂം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഏകദേശം 30% അടുത്ത് വരുന്ന ഓപ്ഷൻ ട്രേഡേഴ്സ് ആൽഗോ ട്രേഡിങ്ങിനെ ആശ്രയിച്ചതാണ് എന്നുള്ളതാണ്. കാരണം ആൽഗോ ട്രേഡിംഗ് ആവശ്യത്തിന് ഏറെ ട്രേഡുകൾ ട്രിഗർ ചെയ്യുന്നു. എങ്കിൽ പോലും ആൽഗോയോ അല്ലെങ്കിൽ സിസ്റ്റംസിന്റെ പവറോ ഒന്നും ഡെഡിക്കേറ്റഡ് ഡാറ്റാ സെന്റേഴ്സ് വരെ റൺ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെയും ലേറ്റൻസി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കും എന്നുള്ളതാണ് സത്യം. ഫൈറ്റർ ജെറ്റിനെ ഒരു സെഡാൻ കാർ വെച്ചിട്ട് പിന്തുടരുന്നതിന് തുല്യമായിരിക്കും അത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ നാടൊട്ടുക്ക് ആൽഗോ ട്രേഡിംഗ് വഴി പണം ഉണ്ടാക്കാം എന്നുള്ള ഒട്ടനേകം വാഗ്ദാനങ്ങളും പരസ്യങ്ങളും ഒക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. മനസ്സിലാക്കേണ്ട കാര്യം, F&O ട്രേഡിങ്ങിന്റെ അകത്ത് നമ്മുടെ ഈ പറഞ്ഞ ആൽഗോ ട്രേഡിങ്സ് പലപ്പോഴും പ്രാക്ടിക്കലി വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രേഡിംഗ് വോള്യൂം കൂട്ടാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ഒത്തിരിയേറെ പേര് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ അകത്ത്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ എന്തിനാണ് ഈ ഓപ്ഷൻ ട്രേഡിങ് യഥാർത്ഥത്തിൽ എന്നുള്ളത് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അണ്ടർലൈങ് അസറ്റിനെ കുറിച്ച് അറിയുന്നില്ല, ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ മെക്കാനിസംസ് അറിയുന്നില്ല. ഇവയെല്ലാം അറിയാതെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ 50 പൈസ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ്റെ 50 പൈസ എത്തരത്തിലാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്ന് പോലും അറിവില്ലാതെ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്തേക്ക് വെറും കുറച്ച് ചാർട്ടുമായിട്ട് എടുത്തു വെച്ച് ചാടിക്കഴിഞ്ഞാൽ മുമ്പിൽ കാണാവുന്ന ഒരു റിസ്കോ അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇല്ലാതായി പോകുന്നത്. ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോർവേഡ് കോൺട്രാക്ട്സ് എന്താണെങ്കിലും അത് പ്രധാനമായിട്ടും ഹെഡ്ജിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, അണ്ടർലൈങ് അസറ്റിന്റെ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസിന്റെ ഓപ്ഷൻസ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം റിലയൻസിന്റെ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു നഷ്ടം, ആ ഒരു നഷ്ടം വലിയൊരു പരിധി വരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹെഡ്ജിങ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റിന്റെ പാർട്ടായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ വാല്യൂഷൻ, പ്രൈസ് ഡിസ്കവറിയും അതിന്റെ മറ്റൊരു ഭാഗമാണെന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. നിങ്ങളുടെ ക്യാപിറ്റൽ എന്തുമാത്രം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിന്റെ മുകളിൽ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഇരുന്ന് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ അകത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചോ ഇറങ്ങുന്നതിന് മുമ്പോ നിങ്ങൾ ആലോചിക്കുക. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്തുമാത്രം പണം ഉണ്ടാക്കാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തുമാത്രം പണം നിങ്ങളുടെ സാധാരണ ജീവിതത്തെ എഫക്റ്റ് ചെയ്യാതെ നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചോദ്യം ചോദിച്ചു നോക്കുക. അത് 50 ലക്ഷം രൂപയാണെങ്കിൽ 50 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ, അത്തരത്തിൽ എത്രയാണ് എന്നുള്ളത്, പോയാലും കുഴപ്പമില്ല പോട്ടെ എന്ന രീതിയിൽ അത്തരത്തിലുള്ള പണം വെച്ചിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് നടത്താൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, തുടർച്ചയായിട്ട് എൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ പാളിപ്പോയി നഷ്ടത്തിൽ ഒരു 4-5 ട്രേഡുകൾ നഷ്ടത്തിലായി കഴിഞ്ഞാൽ
എനിക്ക് അവിടെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് F&O സെഗ്മെന്റിനകത്ത് നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, സെബി നമുക്ക് ഡേറ്റ കാലങ്ങളോളം തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, F&Oയിൽ എന്തുകൊണ്ട് ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നു എന്നതിൽ ഉപരി നഷ്ടപ്പെട്ടവർ വീണ്ടും വീണ്ടും എന്തിന് ഇതിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.